نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قل ما يأبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും റഹ്മാനായ റബ്ബിൻ്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും പൂർണ്ണമായി പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നു പോവുകയാണ്. നമ്മുടെയൊക്കെ വീടുകളിലും സ്ഥാപനങ്ങളിലും പുതിയ കലണ്ടറുകളും ഡയറികളും എത്തിയിട്ടുണ്ട്. അത് ഉപയോഗിക്കാൻ നമ്മൾ ആരംഭിച്ചു. ഒരുപാട് പ്രതീക്ഷകളും പരിഭവങ്ങളും പരാതികളുമെല്ലാം ഉണ്ടായ ഒരു വർഷമാണ് പിന്നിട്ടത്. ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചു. പല അനുഗ്രഹങ്ങളും നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. വിലപ്പെട്ട പലതും നമുക്ക് നഷ്ടപ്പെട്ട ഒരു വർഷമായിരിക്കും ചിലപ്പോൾ കഴിഞ്ഞ വർഷം. നമുക്ക് പലതും പുതിയതായി ലഭിച്ച വർഷവുമായിരിക്കാം. ഒരുപക്ഷേ ഒരു ജോലി ലഭിച്ച വർഷം, വിവാഹം നടന്ന വർഷം, നമ്മൾ പല വർഷങ്ങളായി കാത്തിരുന്ന പല കാര്യങ്ങളും നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞ ഒരു വർഷം. അങ്ങനെ സമ്മിശ്രമായ ഒരുപാട് അവസ്ഥകളിലൂടെയാണ് ഒരു വർഷം കടന്നുപോയത്. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്, ഉണ്ടാകേണ്ടത്, ഉള്ളത് നഷ്ടപ്പെടുമോ എന്ന ആശങ്ക പലപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകും. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് പരിഭവിക്കുകയല്ല, മറിച്ച് കൂടുതൽ മെച്ചപ്പെട്ടത് കിട്ടാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞത്, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസിക്കും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ. നിങ്ങൾക്ക് ഏതൊരു വിപത്ത് നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിലും, അത് ഈ ഭൂമിയിലാകട്ടെ, നിങ്ങളുടെ സ്വന്തം ശരീരത്തിനാവട്ടെ, നിങ്ങളെ സ്വന്തത്തിനാകട്ടെ, എന്ത് മുസീബത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിലും അതിന് മുമ്പേ, ഉണ്ടാകുന്നതിന് മുമ്പേ ഒരു ഗ്രന്ഥത്തിൽ, രേഖയിൽ അത് രേഖപ്പെടുത്താതെ നിങ്ങൾക്കാർക്കും ഒന്നും ഉണ്ടായിട്ടില്ല.
ഇന്ന ദാലിക അലല്ലാഹി യസീർ, അള്ളാന്റെ മേൽ അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്തിനാണതിൽ? കൈലാ തഅ്സൗ അലാ മാ ഫാതക്കും, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിരാശയോടുകൂടി നിങ്ങൾ കഴിയാതിരിക്കാനാണ്. വലാ തഫ്റഹു ബിമാ ആതാക്കും, നൽകിയത് കിട്ടിയതിൽ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാനുമാണ്. ലഭിച്ചതിൽ കൂടുതലായിട്ട് ആഹ്ലാദിക്കാതിരിക്കാനും നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിരാശപ്പെടാതിരിക്കാനുമാണ്. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അള്ളാഹു ഒരു പൊങ്ങച്ചക്കാരനെയും ദുരഭിമാനിയെയും അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹുവിന് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇന്ന ദാലിക അലല്ലാഹി യസീർ എന്നാണ്. ഇന്ന ദാലിക അലല്ലാഹി യസീർ എന്ന് ഖുർആനിൽ പറഞ്ഞ മറ്റൊരു സ്ഥലം, വമാ തഹ്മിലു മിൻ ഉൻസാ വലാ തളഉ ഇല്ലാ ബിഇൽമി, ഒരു പെണ്ണും ഗർഭിണിയാകുന്നുമില്ല, ഒരു പെണ്ണും ഗർഭം ചുമക്കുന്നുമില്ല, പ്രസവിക്കുന്നുമില്ല അള്ളാഹുവിന്റെ അറിവോട് കൂടിയല്ലാതെ. വമാ യുഅമ്മറു മിൻ മുഅമ്മരിൻ, ഒരാൾക്കും ആയുസ് നീട്ടിക്കൊടുക്കുകയോ വലാ യൻഖുസു മിൻ ഉമരിഹി, ആയുസിൽ കുറവ് വരുത്തുകയോ ചെയ്യുന്നില്ല, ഇല്ലാ ഫി കിതാബ്, ഒരു രേഖയിൽ ഉണ്ടായിട്ടല്ലാതെ. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അള്ളാഹുവിന് അത് വളരെ എളുപ്പമാണ്. ഇന്ന ദാലിക അലല്ലാഹി യസീർ എന്ന് അല്ലാഹു പറഞ്ഞ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ 2 സ്ഥലങ്ങൾ, ആ 2 സ്ഥലങ്ങളിലെ ആശയമാണിത്. അപ്പൊ എല്ലാം അള്ളാന്റെ തീരുമാനപ്രകാരമാണ്. അപ്പൊ ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത് അസാ റബ്ബുനാ അൻ യുബ്ദിലനാ ഖൈറൻ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് കലമിൽ ഒരു തോട്ടക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. ആ തോട്ടമായിരുന്നു അവരുടെ ജീവിതം, അവരുടെ വരുമാനം, അവരുടെ സമ്പത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് അല്ലാഹു നശിപ്പിച്ചു. ആ തോട്ടമാകുന്ന വരുമാനമില്ലാതെയായി. ഒരുപാട് ആളുകൾക്ക് ഒരു നാട്ടിന്റെ സമ്പത്തായിരുന്നു അത്. അല്ലാഹു തആല ഈ നാട്ടുകാരുടെ നന്ദികേട് കാരണം, അവരുടെ ചില പ്രവർത്തനങ്ങളും വാക്കുകളും കാരണം നശിപ്പിച്ചു. അവർക്കത് ബോധ്യപ്പെട്ടപ്പോ ആ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് അവർ പറഞ്ഞത് അസാ റബ്ബുന അൻ യുബ്ദിലനാ ഖൈറൻ മിൻഹ, ഞങ്ങളുടെ റബ്ബ് ഇതിനേക്കാൾ ഖൈറായത് ഞങ്ങൾക്ക് നൽകിയേക്കാം. ഇന്ന ഇലാ റബ്ബിനാ റാഗിബൂൻ, അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് ആഗ്രഹിച്ച് ചെല്ലുന്നവരാകുന്നു എന്നാണ്. ഇദാ ഫറഗ്ത ഫൻസബ്, ഒരു ജോലിയിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊരു ജോലിയിൽ വ്യാപൃതനാകുക. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്, റബ്ബിലേക്ക് ആഗ്രഹിച്ച് മടങ്ങുകയും ചെയ്യുക. അപ്പൊ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിരാശയോടുകൂടി ഇരിക്കാനല്ല, മറിച്ച് നല്ല പ്രതീക്ഷയോടുകൂടി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങാനാണ് അള്ളാഹു പറഞ്ഞത്. അപ്പൊ ഒരു വർഷം പിന്നിടുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളായിരിക്കും ഉണ്ടായിട്ടുണ്ടാകുക. 4 കാര്യങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുക. 2 കാര്യങ്ങൾ മാറ്റം വരുന്നതും നഷ്ടപ്പെടുന്നതുമാണ്. 2 കാര്യങ്ങൾ വലിയ വലിയ അപകടങ്ങളുമാണ്. റസൂൽ എപ്പോഴും പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥിക്കുക, റബ്ബിന്റെ പരിഗണന ഉണ്ടാകും. ഞാൻ ഒതിവച്ച ആയത്തതാണ്, സൂറത്ത് ഫുർഖാന്റെ അവസാനത്തെ ആയത്ത്. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളെ ദുആ ഇല്ല എങ്കിൽ എന്റെ റബ്ബ് നിങ്ങൾ എങ്ങനെ പരിഗണിക്കാനാണ്? അപ്പോ ആ പ്രാർത്ഥനയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റബ്ബ് അത് പരിഗണിക്കും. 4 കാര്യങ്ങൾ. 1, നിഅമത്ത് നീങ്ങിപ്പോവുക. അള്ളാഹു തന്ന ഒരുപാട് നിഅമത്തുകൾ ഉണ്ട്. അത് ഓരോ പ്രായത്തിൽ നമുക്ക് കിട്ടിയതാ, ഓരോ വർഷങ്ങളിൽ കിട്ടിയതാ, ഓരോ സന്ദർഭങ്ങളിൽ കിട്ടിയതാ. ഇപ്പൊ നമുക്കുള്ള പേടി എന്താ? പഠിച്ചോനാ നിഅമത്ത് പോകുമെന്നാ. ഒരു വീട്ടിൽ താമസിച്ചു, സന്തോഷാണ്, പക്ഷെ ആ വീട് കൈവിട്ടു പോകുമോ? വീട് വിൽക്കേണ്ട അവസ്ഥ വരുമോ? ഒരു വാഹനം വാങ്ങി, ആ വാഹനത്തിന് വല്ല അപകടവും സംഭവിക്കോ? ആരോഗ്യമുണ്ട്, നല്ല ബോഡി ഫിറ്റാണ്, ഇപ്പോൾ ആരോഗ്യമുണ്ട്, പക്ഷെ നാളെ ഒരു രോഗം നമ്മളെ തേടി വരുമോ? നമുക്ക് ബേജാറുണ്ട്, അല്ലെ സഹോദരങ്ങളെ? എങ്കിൽ അള്ളാഹു തന്ന നിഅമത്ത് എപ്പോഴും നീങ്ങിപ്പോകാം. പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, റബ്ബേ നീ തന്ന നിഅമത്ത് നീങ്ങിപ്പോകല്ല പടച്ചോനെ, ആ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അതാണ് ഒന്നാമതായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എപ്പോഴും മുഖത്തൊരു പുഞ്ചിരി അതെപ്പോഴും ഉണ്ടാകട്ടെ, എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമ്മൾ ആഗ്രഹിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക. ഒരാളെ നിഅമത്ത് നീങ്ങാൻ വേണ്ടി നമ്മൾ കൊതിക്കരുത്. അത് അസൂയാണ്, അത് വമ്പിച്ച തിന്മയാണ്. ഒരാൾക്കുള്ള നിഅമത്ത്, ആ നിഅമത്ത് അവർ അനുഭവിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ചിരിക്കുക. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് ആശംസിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, അദ്ഹഖല്ലാഹു സിന്നക. എത്ര പേർക്ക് അറിയാത്? ഒരാൾക്കൊരു സന്തോഷമുള്ളത് നമ്മൾ കണ്ടാലേ നമ്മൾ പറയേണ്ട ആശംസാ വാക്കെന്താ അറിയോ? അദ്ഹഖല്ലാഹു സിന്നക എന്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
നബിന്റെ അടുക്കലേക്ക് ഉമർ ഖത്താബ് കടന്നു വരികയാണ്. അപ്പം അവിടെ കുറെ സ്ത്രീകളൊക്കെ ഉണ്ട് നബിന്റെ മുന്നിൽ സംശയങ്ങൾ ചോദിക്കാനും പഠിക്കാനും ഒക്കെ. ഉമർ ഖത്താബ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ അങ്ങോട്ട് മാറി നിന്നു. അവരൊക്കെ ഒരു ബഹുമാനം കൊണ്ട് വല്ലാത്തൊരു ബഹുമാനം കാണിച്ചപ്പം റസൂലുള്ള ഉമർ ഖത്താബ് ഇങ്ങനെ വന്നപ്പോൾ റസൂൽ ഇങ്ങനെ ചിരിച്ചപ്പോൾ ഉമർ ഖത്താബ് പറഞ്ഞ വാക്ക അദ്ഹക അല്ലാഹു സിന്നക, റസൂലിന് വേണ്ടി ആശംസ പറഞ്ഞതാ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, റസൂലത പറഞ്ഞതാ, ഇവര് ഇങ്ങനെ നിന്നോടുള്ള ബഹുമാനവും ആദരവുമാണെന്ന് പറഞ്ഞപ്പം അള്ളാഹിന്റെ റസൂൽ അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളെക്കാൾ ആദരിക്കപ്പെടേണ്ട വേറെ ആരെങ്കിലും ഉണ്ടോ റസൂലെ എന്ന് ഉമർ ഖത്താബ് പറയുന്ന വാക്കുണ്ട്. അപ്പൊ നമ്മളെല്ലാവരോടും പറയും അദ്ഹക അല്ലാഹു സിന്നക, ഈ പുഞ്ചിരി അള്ളാഹ് നിലനിർത്തി തരട്ടെ, ഈ സന്തോഷം അള്ളാഹു നിലനിർത്തി തരട്ടെ. അതാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല റസൂലുള്ളാഹിക്ക് പറഞ്ഞ ആശംസാ വാക്കുകൾ നമ്മൾ പറയണം, അതിനുവേണ്ടി ആഗ്രഹിക്കണം. ലാ തഅദ്ദു നിഅമത്തല്ലാഹി വലാ തുഹ്സു വഇൻ തഅദ്ദു, നിങ്ങൾ എന്നാണെങ്കിൽ അള്ളാഹ് തന്ന നിഅമത്ത് എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല. എത്രയോ നിഅമത്താണ് നമ്മൾ കാണുന്നത്. ഓരോ നിഅമത്തുകളും നമ്മൾ കാണുമ്പോൾ ആ നിഅമത്തുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യണം. ഇൻ തഷ്കുറു യർളഹു ലക്കും, നിങ്ങൾ നന്ദി കാണിച്ചാൽ അത് തൃപ്തിപ്പെടും. ലാ യർളാ ലി ഇബാദിഹിൽ കുഫർ, നന്ദികേട് അല്ലാഹു ഇഷ്ടപ്പെടൂല. ലഇൻ ശകർതും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിച്ചാൽ നിഅമത്ത് അല്ലാഹു വർദ്ധിപ്പിച്ചു തരും. അപ്പൊ നന്ദി കാണിക്കൽ കൂട്ടുക. അപ്പോൾ ഓരോന്നും നമുക്ക് ആശങ്ക വേണ്ട, നീങ്ങിപ്പോകുമെന്ന് അല്ലാഹു വർദ്ധിപ്പിച്ചു തരും. അപ്പൊ ഒന്നാമത്തെ കാര്യം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, നിഅമത്ത് നീങ്ങിപ്പോകല്ല പടച്ചോനെ, ഇത്രയും ഈ പിന്നിട്ട വർഷങ്ങളിൽ തന്ന നിഅമത്ത് ഇനിയും നീ കൂടുതലായി കൊണ്ട പടച്ചോനെ എന്ന പ്രാർത്ഥനയാണത്. ഒന്നിനും ഒരു കുറവ് വരരുത് പടച്ചോനെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. 2 വതഹവ്വുരി ആഫിയതിക, ഈ ആഫിയത്തിന്റെ മാറ്റം, എൻ്റെ ശാരീരിക സൗഖ്യത്തിന്റെ മാറ്റം പടച്ചോനെ അതുണ്ടാവരുത്. നിന്നോട് ഞാൻ കാവല ചോദിക്കുക. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ അത് സിഹത്തെന്ന് കരിക്കണ്ട, ആരോഗ്യമല്ല. ആഫിയത്ത് എന്നതും സിഹത്തും ആഫിയത്തും രണ്ടാ. സിഹത്ത് എന്ന് പറഞ്ഞാൽ കേവല ആരോഗ്യം, നമുക്ക് രാവിലെ കുറെ ഓടാനും ചാടാനും ഒക്കെ ഉള്ള, ജോലിക്ക് പോകാനൊക്കെ ഉള്ള ശാരീരിക ആരോഗ്യമാണ് സിഹത്ത്. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അപ്പുറം, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകുക എന്നുള്ളതാണ് ആഫിയത്ത്. ആ ആഫിയത്ത് നീങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാം. പ്രകൃതിപരമായ മാറ്റങ്ങൾ ഉണ്ടാകും. വയസ്സാകുമ്പം മുടി നരക്കും, ശരീരം ചുളിയും, ആരോഗ്യം ക്ഷയിക്കും. പക്ഷെ ആഫിയത്ത് മരിക്കണത് വരെ ഉണ്ടാവും. എങ്ങനെ? സിഹത്ത് പ്രായത്തിനനുസരിച്ച്, രോഗാവസ്ഥക്കനുസരിച്ചൊക്കെ സിഹത്ത് ആരോഗ്യം കുറയും. പക്ഷെ ആഫിയത്ത് മരണം വരെ, അവസാന നിമിഷം വരെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഉള്ള സിഹത്ത് ഉപയോഗിച്ച്, ഉള്ള ആരോഗ്യം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുക. അതാണ് ആഫിയത്ത് എന്ന് പറഞ്ഞാൽ. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറയാം, അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അദ്ദേഹം പറയാൻ, റസൂലുള്ളാഹി പ്രാർത്ഥിക്കും എന്നും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കും. എന്താണ്? ആഫിയത്തിന് വേണ്ടി. കാരണം ആഫിയത്ത് എപ്പോഴും പോകാം. രാവിലത്തെ ആഫിയത്ത് ചിലപ്പോൾ വൈകുന്നേരം ഉണ്ടാവണമെന്നില്ല. കാരണം ആഫിയത്ത് പോകാൻ ശൈത്താൻ കൂടി ഇടപെടും. റസൂലുള്ളാഹി രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ അറിയോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ. اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي اللهم استر عوراتي وآمن روعاتي. ഇത് പ്രാർത്ഥിക്കാത്ത രാവും പകലുമില്ലാന്ന ഹദീസിന്റെ വാക്കെന്താ അറിയോ? ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യദഅ ഹൗലാഇൽ കലിമാത്ത് ഹൗലാഇ ദഅവാത്ത് ഹീന യുംസി വഹീന യുസ്ബിഹ്. രാവിലെയും വൈകുന്നേരം ഇത് പ്രാർത്ഥിക്കാത്ത ഒരു ദിനവും കടന്നുപോയിട്ടില്ല, ഒരു രാവും പകലും കടന്നുപോയിട്ടില്ല. അള്ളാഹുവേ, നിന്നോട് ഞാൻ അഫുവും ആഫിയത്തും ചോദിക്കുന്നു. എൻ്റെ ദീനിലും എൻ്റെ ദുനിയാവിൻ്റെ കാര്യത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ സ്വത്തിലും പടച്ചവനെ ഒരുപാട് ന്യൂനതകളും കുറവുകളുമുള്ളവനാണ് ഞാൻ. അത് മറച്ചു വെക്കണം റബ്ബേ. അല്ലാഹുമ്മസ്തുർ ഔറാത്തി വആമിൻ റൗആത്തി. എനിക്കൊരുപാട് ആശങ്കകൾ, ഭയങ്ങളുണ്ട്, അതിലെനിക്ക് നിർഭയത്വം കൊണ്ട് റബ്ബേ എന്ന് പ്രാർത്ഥിക്കാത്ത ഒരു രാവും പകലും കടന്നുപോയിട്ടില്ല. 2026 അങ്ങനെ ആകട്ടെ. ഓരോ രാവും ഓരോ പകലും ഇത്തരം പ്രാർത്ഥനകളുടെ കടന്നു പോകുക. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, യാ റസൂലല്ലാഹ് അല്ലിംനി ഷൈഅൻ അസ്അലുല്ലാഹ തആല, അള്ളാഹിനോട് ചോദിക്കാൻ പറ്റിയൊരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തരീന്ന് പറഞ്ഞു. അള്ളാഹിനോട് ചോദിക്കാൻ പറ്റിയൊരു കാര്യം പഠിപ്പിച്ചു തരൂ. റസൂൽ പറഞ്ഞു, സലുല്ലാഹൽ ആഫിയ, അള്ളാഹിനോട് ആഫിയത്ത് ചോദിച്ചോ എന്ന് പറഞ്ഞു. ഹദീസിന്റെ ബാക്കി എന്താ? ഫമക്കത്തു അയ്യാമൻ. അങ്ങനെ പിന്നെ കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, റസൂലേ, എനിക്ക് അല്ലിംനി ഷൈഅൻ അസ്അലുല്ലാഹ്, അള്ളാഹിന് ചോദിക്കാൻ പറ്റിയ കാര്യം പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അപ്പോഴും റസൂൽ പറഞ്ഞു, സലുല്ലാഹൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിൽ ആഫിയത്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഉള്ളത് നഷ്ടപ്പെടുന്നൊരു കാലം, ഉള്ളത് പലതും നഷ്ടപ്പെടും. പക്ഷേ ഈ നഷ്ടപ്പെടുന്നത് മൂല്യങ്ങളാണ്.
പരലോകത്തേക്കുള്ളതൊക്കെ നഷ്ടപ്പെടുന്നത്. ദുനിയാവൊക്കെ വർദ്ധിച്ചു വരിക, ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിക്കുകയാണ്, ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിക്കുകയാണ്, രോഗങ്ങൾ കുറയുന്നില്ല, ആശയവിനിമയ സൗകര്യങ്ങൾ വർദ്ധിക്കുകയാണ്, പക്ഷെ മനുഷ്യ ബന്ധങ്ങൾ കുറയാണ്. വിദ്യാഭ്യാസം വർദ്ധിക്കുകയാണ്, പക്ഷെ സംസ്കാരം കുറയാണ്. സൗഹൃദങ്ങൾ കൂടി സോഷ്യൽ മീഡിയയിലൊക്കെ, പക്ഷേ സാമൂഹിക ആരോഗ്യം ക്ഷയിച്ചു വരികയാണ്. യാത്രാ സൗകര്യങ്ങൾ കൂടി, പക്ഷേ ബ്ലോക്കിൽ വിട്ടിട്ട് ഗതാഗത കുരുക്കിൽപ്പെട്ട് എത്ര സമയമാണ് നഷ്ടപ്പെടുന്നത്. ഉച്ചഭാഷിണികൾ അങ്ങനെ കിടന്നിട്ട് അലക്കാണ് നമ്മൾ അല്ലെ. നാട്ടിൽ വിജയാഘോഷങ്ങൾ, ദൂരെയുള്ള ആളുകളെ കേൾപ്പിക്കുന്ന വലിയ ഉച്ചഭാഷിണികളുണ്ട്, പക്ഷേ തൊട്ടടുത്തുള്ളവന്റെ വേദന കേൾക്കാനുള്ള ശക്തി നമുക്കില്ലാതെ പോയി. തൊട്ടടുത്തുള്ളവന്റെ വേദനയെ കേൾക്കാൻ, പ്രയാസത്തെ കേൾക്കാൻ നമുക്ക് കഴിയാതെ പോയി. ഇപ്പൊ എന്താ അവസ്ഥ അറിയോ? ഇപ്പൊ ഉള്ളത് ഡിജിറ്റൽ അഡിക്ഷനാണ്. ആ ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. സാധാരണ ദിവസങ്ങളിൽ ഒരു സാധാരണക്കാരൻ 200 തവണ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കേണ്ടുന്ന ഓരോ 6.5 മിനിറ്റിലും. ഉറങ്ങുന്നതിനേക്കാൾ കൂടുതൽ സമയം ഓൺലൈനിലാന്നാ. 4 ആളെടുത്താൽ അതിൽ ഒരാളെ കണക്കാ പറഞ്ഞത്. ഉറങ്ങുന്നതിനേക്കാൾ കൂടുതൽ സമയം. 70% യുവാക്കളും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, മെസ്സേജ് അയക്കാനാ ഇഷ്ടം. കണക്ക് മെസ്സേജുകൾ അയക്കാൻ, സംസാരം ഇഷ്ടമല്ല 70% യുവാക്കൾക്കും. കൗമാരക്കാര് ഒരു മാസത്തില് 3400 മെസ്സേജ് ചുരുങ്ങിയത് കൗമാരക്കാരയക്കേണ്ടെന്നാ. ഒരു ദിവസം 5 മണിക്കൂർ വരെ സോഷ്യൽ മീഡിയയിൽ സമയം കളയുന്നുണ്ടെന്നുള്ള പുതിയ കണക്കുകൾ. നമ്മൾ ഫോൺ ഉപയോഗിക്കല്ല, നമ്മളെ ഫോൺ ഇങ്ങോട്ട് ഉപയോഗിക്കുന്ന അവസ്ഥയിലൊക്കെ നമ്മൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരികളെ നല്ലോണം ശ്രദ്ധിക്കണം. അത്തരമൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. സമയം ഇനി എത്ര ബാക്കിയുണ്ട് എന്ന് നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ട് ആഫിയത്ത് ഉണ്ടാവണം. അപ്പൊ 2 കാര്യങ്ങൾ. ഒന്ന്, ആഫിയത്ത് മാറ്റം വരിക, മറ്റൊന്ന് നിയമത്ത് നീങ്ങിപ്പോവുക. ഇനി മറ്റു 2 കാര്യങ്ങൾ വലിയ അപകടങ്ങളാണ്. ഫുജാഅത്ത് നിഖ്മത്തിക, പെട്ടെന്നുണ്ടാകുന്ന, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്ന വലിയ അപകടങ്ങൾ, ദുരന്തങ്ങൾ, റബ്ബിന്റെ ശിക്ഷകളൊക്കെയാണ്. ചിലപ്പോൾ സഹിക്കാൻ കഴിയില്ല. എയർപോർട്ടിൽ വിമാനം ഇറങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ട് പോയതാ രാത്രിയിൽ ഒരു ചെറുപ്പക്കാരൻ. രാത്രിയിൽ വിമാനം ഇറങ്ങണ രംഗം കാണാൻ വേണ്ടി പോയതാ. വലിയ ഗർത്തത്തിലേക്ക് വീണിട്ട് പിറ്റേന്ന് പകലാണ് പോലീസ് അറിഞ്ഞു വരുന്നത്. അപ്പോഴേക്ക് വീണ് കഴുത്തിലൂടെ ഒരു കമ്പ് കുത്തിക്കയറി രക്തം വാർന്ന് മരിച്ചിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരൻ. റബ്ബിനോട് പ്രാർത്ഥിക്കണം. ഏത് സമയത്തും ഏത് രൂപത്തിലുമുള്ള നിഖ്മത്തുകൾ വരാം. റബ്ബേ വഫുജാഅത്തി നിഖ്മത്തിക, പെട്ടെന്നുണ്ടാകുന്ന നിഖ്മത്തുകളിൽ നിന്ന് റബ്ബേ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. കാരണം അങ്ങനെയുള്ള ജീവിതമാണ് നമ്മൾ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതല്ലല്ലോ. ഓരോ കൊല്ലം കഴിയുമ്പോൾ അള്ളാഹ്ക്ക് വെറുപ്പുള്ളതാ വർദ്ധിച്ചു വരുന്നത്, ഇഷ്ടമുള്ളതാ കുറഞ്ഞു വരുന്നത്. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ ഉറങ്ങിത്തീർക്കുകയും ആ രാത്രിയിൽ ഉറങ്ങിത്തീർക്കുകയും ന്യൂ ഇയറിന്റെ രാത്രി സുബഹി വരെ ഉറക്കമുണർന്നിരിക്കുകയും ചെയ്യുന്നൊരു സമൂഹ നമ്മളെ മുന്നിലുള്ളത്. കണക്കുകൾ അതാണ്. ഇനി കുടിച്ചതിന്റെ കണക്ക്, മദ്യപിച്ചതിന്റെ കണക്കൊക്കെ വരികയാണ്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ എവിടെയെന്ന് ചോദിച്ചാൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തേക്കാ കഴിഞ്ഞ വർഷത്തെ പോലെ കണക്ക് ഇനിയും വരാനുള്ളത്. 4-ാമത്തെ കാര്യം, ജമിയ സഹത്തിക, റബ്ബേ നിന്റെ മുഴുവൻ കോപങ്ങളിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. അള്ളാന്റെ റിള, അള്ളാന്റെ സുഹത്ത്, അള്ളാന്റെ സഹത്ത് അതില്ലാതിരിക്കണമെങ്കിൽ റിള വേണം. ആയിഷ റളിയല്ലാഹു തആല അൻഹ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തപ്പുകയാണ്. ഇങ്ങനെ തടവി നോക്കുക, റസൂലുള്ളാഹിനെ കാണുന്നില്ല. അപ്പൊ നോക്കിയപ്പം റസൂലുള്ള സുജൂദിലാ. റസൂലുള്ളാഹിന്റെ കാൽപാദത്തിന്റെ അടിയിലാണ് നബിന്റെ ആയിഷ ബീവിന്റെ കൈ തട്ടിയത്. അപ്പൊ റസൂൽ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അഊദു ബിറിളാക മിൻ സഖതിക വബിമുആഫതിക മിൻ ഉഖൂബതിക വബിൻക മിൻക ലാ ഉസീ സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സഖതിക, പടച്ചവനെ നിന്റെ റിള മുഖേന, നിന്റെ തൃപ്തി മുഖേന നിന്റെ കോപത്തിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു. മുആഫതിക മിൻ ഉഖൂബതിക, നിന്റെ മാപ്പ് മുഖേന നിന്റെ ശിക്ഷയിൽ നിന്ന്, വബിൻക മിൻക, നിന്നിൽ നിന്നുള്ള മുഴുവൻ ശിക്ഷകളിൽ നിന്നും, പടച്ചവനെ പരീക്ഷണങ്ങളിൽ നിന്നും നിന്നിൽ ഞാൻ അഭയം തേടുന്നു. ലാ ഉസീ സനാഅൻ അലൈക, നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാൽ കണക്കാക്കാൻ കഴിയില്ല. അൻത കമാ അസ്നൈത അലാ നഫ്സിക, നീ നിന്നെക്കുറിച്ച് പ്രശംസിച്ച് എന്തൊക്കെ പറഞ്ഞോ അത് തന്നെയാണ് റബ്ബേ നീ. ഇപ്പൊ 4 കാര്യങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കുക. ഒന്ന്, അള്ളാഹുവിന്റെ സഹത്തിൽ നിന്ന് കാവലിനെ ചോദിക്കുക. അള്ളാഹുവിന്റെ നിഖ്മത്തിൽ നിന്ന് കാവലിനെ ചോദിക്കുക. ആഫിയത്തും നിഅമത്തും നീങ്ങിപ്പോകുന്നതിൽ മാറ്റം വരുന്നതിലെന്ന് റബ്ബിനോട് കാവലിനെ ചോദിക്കുക. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീം ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാൻ, ആ തൃപ്തി കിട്ടലാണ് റബ്ബിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷ കിട്ടുന്ന കാര്യം. റിള റബ്ബ് വരിളൽ വാലിദൈൻ റസൂൽ പറഞ്ഞു. അള്ളാന്റെ റിള, അള്ളാന്റെ തൃപ്തി മാതാപിതാക്കളെ തൃപ്തിയിലാണ്. അള്ളാന്റെ തൃപ്തിയാണ് അള്ളാന്റെ കോപത്തിൽ നിന്ന് രക്ഷ ലഭിക്കുന്ന കാര്യം. അള്ളാന്റെ തൃപ്തി ഏതിലാ? മാതാപിതാക്കളെ തൃപ്തിയിലാണ്. ഈ 2026 ഉലഞ്ഞ ബന്ധങ്ങൾ, മുറിഞ്ഞുപോയ ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാൻ നമുക്ക് സാധിക്കണം. അതിലൂടെ നമുക്ക് കിട്ടുന്നത് നമ്മളെ റിസ്ക്കിൽ ബർക്കത്തുണ്ടാകും, നമ്മളെ ഉപജീവന മാർഗത്തിൽ ബർക്കത്തുണ്ടാകും, നമ്മളെ ആയുസ്സിലും ആരോഗ്യത്തിലും ഒക്കെയും വിശാലതയും ബർക്കത്തും കിട്ടും. എത്രയോ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ആ റിള കരസ്ഥമാക്കാൻ നമുക്ക് ഒരു ആയുസ്, നമ്മുടെ ആയുസ്സിൽ നിന്നൊരു വർഷം പിന്നിട്ടപ്പോൾ ഇനിയുള്ളത് എത്ര എന്ന്, എത്ര കലണ്ടറുകൾ നമ്മൾ ഉണ്ടായിരിക്കെ നമുക്ക് മാറ്റാൻ പറ്റും, നമ്മളെ ചുമരിൽ മാറും, നമ്മൾ ജീവിച്ചിരിക്കാൻ അറിയില്ല. ഒരു പക്ഷേ ഈ വർഷമായിരിക്കാം അവസാനത്തെ വർഷം, നമുക്കറിയില്ല. അതുകൊണ്ട് ഒരു തീരുമാനം, ശക്തമായ തീരുമാനം നമ്മൾ എടുക്കുക. റബ്ബിൻ്റെ അടുക്കലേക്കാണ് മടങ്ങിപ്പോകേണ്ടത്. അവിടെ റബ്ബ് തൃപ്തിപ്പെടണം, റബ്ബ് ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെടുന്നവർക്ക് അവിടേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹം ഉണ്ടാവുള്ളൂ, തയ്യാറെടുപ്പ് ഉണ്ടാവുള്ളൂ, അവർക്കതിന് സാധിക്കുള്ളൂ. അതുകൊണ്ട് റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. കടലുണ്ടിയിലെ നമ്മുടെ ഖുർആൻ പഠിതാവും നമ്മുടെ പ്രവർത്തകനുമായ ജബ്ബാർ സാഹിബിൻ്റെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പിതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ഇന്ന് രാവിലെയാണ് ജനാസ നമസ്കാരം ഉണ്ടായത്. അബൂബക്കർ സാഹിബ്, അള്ളാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന് ഹസനാത്തുകൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ നമ്മയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. രണ്ടാളുകൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഒന്ന്, നമ്മുടെ ഖുർആൻ പഠിതാവായ ഒരു സഹോദരി, തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു ഖുർആൻ പഠിതാവായ സഹോദരിയാണ്. അള്ളാഹു തആല അവർക്ക് ശമനവും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാവട്ടെ. മൂലക്കൽ നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ വരുന്ന ബൗട്ടി സാഹിബ്, അദ്ദേഹം ഒരു ബ്രെയിനുമായി ബന്ധപ്പെട്ട ഒരു ബ്രെയിൻ സർജറിക്ക്, ഒരു വലിയ സർജറിക്ക് വിധേയനാവുകയാണ്. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സർജറി വിജയപ്രദമാക്കി കൊടുക്കട്ടെ. ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ മാരകമായ, വേദനയേറിയ, പ്രയാസകരമായ രോഗങ്ങളിൽ നിന്നും നമ്മളെയും നമ്മുടെ പൊന്നു മാതാപിതാക്കളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലമത്രയും ആർക്കും ഭാരമാകാത്ത ആഫിയത്ത് നൽകി, ആരോഗ്യം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മുഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഹിയാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അഅതിഖ് റിഖാബനാ മിനൻ നാർ, അല്ലാഹുമ്മ ഇശ്ഫി മർളാനാ വമർളൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അർഹം മൗതാനാ വമൗതൽ മുസ്ലിമീൻ, اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك يا رب العالمين. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.